നാട് നീളെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ശില്പി ഉണ്ടായിരുന്നു. അവൻ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം കല്ലിലോ മരത്തിലോ എന്തെങ്കിലും ഒരു മനോഹര കൊത്തുപണി നിർവഹിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിലെ ഒരു ആൽമര ചുവട്ടിൽ ഒരു ദിവസം വിശ്രമിക്കവേ അവിടെ കിടന്ന 2 പാറക്കഷ്ണങ്ങൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവയിൽ ഒരു കല്ല് കയ്യിലെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശില്പത്തിൻ്റെ സൗന്ദര്യം അവൻ മനസ്സിൽ കണ്ടു. കല്ലിനോട് അവൻ പറഞ്ഞു, നിന്റെ വികൃതമായ രൂപം ഞാൻ മാറ്റാൻ പോവുകയാണ്, നിന്നെ മനോഹര ശില്പമാക്കാൻ പോവുകയാണ്. പക്ഷെ അതിനായി നിനക്ക് കുറച്ച് വേദനകൾ സഹിക്കേണ്ടി വരും. കല്ല് സമ്മതിച്ചു. തൻ്റെ പെട്ടിയിൽ നിന്ന് ഒരു ചുറ്റി ഉളിയൊക്കെ എടുത്ത് ശില്പി കല്ലിൽ മേൽ ആഞ്ഞടിച്ചു. വേദനയാൽ കല്ല് പൊളഞ്ഞു. 4-5 അടികൾ കഴിയുമ്പോൾ കല്ല് പറഞ്ഞു, വേണ്ട, എനിക്ക് എൻ്റെ രൂപം മാറ്റണ്ട. ശില്പി നിരാശനാകാതെ 2ാമത്തെ കല്ല് കയ്യിലെടുത്തു. അതിലും ശില്പം കൊത്താൻ തുടങ്ങി. ആ കല്ലും വേദനയാൽ പൊളഞ്ഞെങ്കിലും ക്ഷമയോടെ സഹിച്ചു നിന്നു. അങ്ങനെ ഒരു സാധാരണ പാറക്കഷ്ണമായിരുന്നു അത് മനോഹരമായി ദേവീശില്പമായി മാറി. ആ ശില്പത്തെ ആൽമര ചുവട്ടിൽ പ്രതിഷ്ഠിച്ച് ശില്പി തൻ്റെ യാത്ര തുടർന്നു. ആ വഴി വന്ന യാത്രക്കാർ ഈ ദേവീശില്പത്തിൻ്റെ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടു. അവർ പൂക്കളർപ്പിച്ചു, പൂജകൾ നടത്തി. ക്രമേണ ഒരു ചെറിയ അമ്പലമായി മാറി. ദിവസങ്ങൾക്കുള്ളിൽ ആളുകൾ തേങ്ങ എറിഞ്ഞുടയ്ക്കാൻ ഒരു കല്ല് ആവശ്യമായി വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ കല്ലെടുത്ത് ആ കല്ലിൽ തേങ്ങ എറിഞ്ഞുടയ്ക്കാൻ തുടങ്ങി. ഓരോ തേങ്ങയുടെ ആഘാതത്തിലും ആ കല്ല് വേദനയാൽ പൊളഞ്ഞു. അതിൻ്റെ വിധി അങ്ങനെ ആജീവനാന്തം സഹിക്കുക എന്നതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ സഹനങ്ങൾക്കെല്ലാം മൂല്യമുണ്ട്. പരിവർത്തനത്തിന് ത്യാഗം ആവശ്യമാണ്. ചില വേദനകൾ സഹിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വരും. നിങ്ങൾ സഹിക്കുന്ന വേദനകളും വിഷമങ്ങളും നിങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വിജയങ്ങൾക്കുമുള്ള മുന്നൊരുക്കങ്ങളാണ്, ഉടച്ചു വാർക്കലുകളാണ്. തുറക്കട്ടെ മനസ്സുകൾ.